ദർ വാസ് എ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. അത് മനസ്സിലാക്കിയ ആൾ ഒരുപക്ഷെ പ്രധാനമന്ത്രി മാത്രമാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇൻസ്റ്റാഗ്രാം വഴി ആദ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പ്രധാനമന്ത്രിക്ക് രാത്രി 12 മണിക്ക് വരേണ്ട വല്ല കാര്യമുണ്ട്. ബട്ട് ഈ അണ്ടർസ്റ്റുഡ് ദാറ്റ് കമ്മ്യൂണിക്കേഷനിൽ വലിയൊരു ഗ്യാപ്പ് സംഭവിച്ചിരിക്കുന്നു. അത് സംഭവിച്ച് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അതിന് പരിഹാരം എന്താ? ഈ കോൺട്രവേഴ്സ്യൽ ഫിഗറിനെ ഇതിനകത്തുനിന്ന് മാറ്റുക. കാരണം അത് മാത്രമേ ഇവരെ തൃപ്തിപ്പെടുത്തുള്ളൂ. ശരിയാണ്, ഇവരുടെ കൂടെ വേറെ ഒരുപാട് താല്പര്യക്കാർ കൂടിയിരുന്നു, പള്ളിയിലച്ചന്മാർ കൂടിയിരുന്നു. എല്ലാവരും ധരിച്ചത് FCRA ബില്ലിൽ അവരുടെ ദേഷ്യം തീർക്കാൻ അവർ കൂടിയെന്നാണ്. അതിനാണോ അവർ കൂടിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ നോട്ടത്തിലുള്ള നീറ്റ് പരീക്ഷ ഇല്ലാതാക്കാൻ ഒരു ശ്രമം എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ട്. കാരണം ഈ നേരത്തെ കോഴ വാങ്ങി അഡ്മിഷൻ കൊടുക്കുന്ന ഏർപ്പാട് നീറ്റ് വന്നപ്പോൾ നിന്നുപോയല്ലോ. അതിൽ വരുന്ന നഷ്ടം എത്രയാണ്? നിസ്സാര നഷ്ടമാണ്. അപ്പോൾ ഈ പറഞ്ഞ പള്ളിയിലച്ചന്മാർക്കും ഈ നീറ്റ് വേണ്ട. കാരണം ഇത്ര വലിയ തലവേദനയാകുമ്പോൾ ഗവൺമെൻറ്റിന് മുമ്പിൽ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്, ഇതങ്ങ് വേണ്ടെന്ന് വയ്ക്കുന്നത്. പഴയ പോലെ ആയിക്കോട്ടെ. തമിഴ്നാട്ടിൽ പറയുന്നുണ്ടല്ലോ അത്. തമിഴ്നാട് തുടക്കം മുതൽ പറയുന്നുണ്ട്. കാരണം ദ മണി വിച്ച് ദെയർ ലൂസ്. തമിഴ്നാട്ടിലെ പൊളിറ്റീഷ്യൻസിനൊക്കെ കോളേജുകളുണ്ട്, അവിടുത്തെ അഡ്മിഷന് കിട്ടുന്ന കാശ് ഇതൊരു പ്രശ്നമല്ലേ? സാമ്പത്തിക നഷ്ടം ആർക്കെങ്കിലും ഉണ്ടാകുമ്പോൾ അയാൾ വലിയ തത്വന്യായമൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിങ്ങനെ അലമ്പായി കഴിയുമ്പോൾ ഗവൺമെൻറ്റിന് മുമ്പിൽ ഈ ഓപ്ഷനും വരും. ബ്യൂറോക്രസിക്ക് ഇൻപുട്ട് കൊടുത്ത് ബ്യൂറോക്രസി ഇതും വയ്ക്കും. സാർ ഒരു കാര്യം, ഈ ദുരിതത്തിൽ നിന്ന് മാറാനുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ, ഇത് വേണ്ടെന്ന് വയ്ക്കും. നീറ്റ് ഇല്ലാത്തപ്പോഴും ഇവിടെ അഡ്മിഷനും മെഡിക്കൽ കോളേജും ഒക്കെ നടന്നതല്ലേ, അന്ന് എല്ലാവരും ഒക്കെ പഠിച്ചതല്ലേ. ഇടവും അത് കോഴ ഈ ആരെങ്കിലും രഹസ്യമായിട്ട് ഒരാൾക്ക് പൈസ കൊടുത്താൽ നമുക്കത് തടയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. നമ്മളെന്തിനാണ് എതിർത്ത് തലയിൽ വയ്ക്കുന്നത്? കോഴ കൊടുത്തത് പ്രശ്നമാകുകയാണെങ്കിൽ അതൊരു ഇൻഡിവിജ്വൽ കേസ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കോടതികൾ ഹാൻഡിൽ ചെയ്തോളും. നമ്മൾ വെറുതെ വേണ്ടാതെ ചുമതലയെടുത്ത് നമ്മുടെ തലയിൽ വെച്ച് ഇപ്പം നമുക്ക് ഉറക്കമില്ല. അപ്പോൾ സർക്കാർ വിചാരിക്കും അത് ഒരു ശരിയാണ്, ഈ കുന്തം അങ്ങ് വേണ്ടെന്ന് വയ്ക്കുക. ആകെ പിന്നെന്താ? അതിൻ്റെ പൊളിറ്റിക്കൽ എംബറാസ്മെൻറ്റാണ്. നീറ്റ് വാസ്തവത്തിൽ കൊണ്ടുവന്നത് UPA സർക്കാരാണ്. ഇവരത് കണ്ടിന്യൂ ചെയ്തു, വലുതാക്കി മുഴിപ്പിച്ചു. അപ്പോൾ ഇത് പറയുകയും ചെയ്യാം, നിങ്ങളാണ് കൊണ്ടുവന്നത്, ഇത് കുളമായി മുന്നോട്ട് പോകാൻ നിർവാഹമില്ല, അതുകൊണ്ട് ഞങ്ങളിത് വേണ്ടെന്ന് വെച്ചു. ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിക്കാം. സർക്കാരിനെ പല രീതിയിൽ സമ്മർദ്ദം ചെയ്ത് പല ഫീഡ്ബാക്ക് കൊടുത്തിട്ട് കുഴപ്പത്തിലാക്കാനോ നന്നാക്കാനോ ഒക്കെ സംഭവിക്കും. ഏതായാലും അതിനകത്ത് ധർമ്മേന്ദ്ര പ്രധാൻ വിക്റ്റിമായി. കാരണം എല്ലാവർക്കും തോന്നിയില്ലേ ഈ മനുഷ്യനെ ഒഴിവാക്കിയാൽ ഈ പ്രശ്നം തീരുമെന്ന്. വാസ്തവത്തിലില്ല. പ്രശ്നം തീർക്കാനായിട്ട് അതിലും വലിയ കമ്മിറ്റി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. നന്ദൻ നീലക്കേനിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ സോമനാഥ്, അതുപോലെ IB ഡയറക്ടർ, റിട്ടയർഡ് IB ഡയറക്ടർ. ഇത് ഇത്ര വലിയ സാധനം? എനിവേ ശരി, ഞാൻ ഇത് ആഴത്തി പഠിച്ചിട്ടില്ല, അതുകൊണ്ട് IB ഡയറക്ടറോ ഇൻ്റർപോളിൻ്റെ ഡയറക്ടറോ ആരെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാൻ കൊണ്ടുവരട്ടെ. അപ്പോൾ അങ്ങനെ ചെയ്ത് ഇത് വിദ്യാഭ്യാസ രംഗം പരിഷ്കരിക്കാനൊക്കെ തീരുമാനിച്ചു. ഈ ലോജിക്കലായിട്ടുള്ള ഒരു ചോദ്യം ഇവരാരും ചോദിച്ചില്ല. നീറ്റ് പേപ്പർ ലീക്കായി. 37-ാം ദിവസം അടുത്ത നീറ്റ് പരീക്ഷ നടന്നു. അവിടുന്ന് 25-ാം ദിവസം റിസൾട്ട് വന്നു. പിന്നെ ഇത് കൗൺസിലിംഗ് ഒക്കെ നടക്കുന്നു. സോ ഓൾറെഡി കഴിഞ്ഞു പോയ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം.